ഇത് കൊടിമരം മാറ്റാനുള്ള ആ, ആ, ആവശ്യം മുന്നോട്ട് വെച്ച് അത് കോടതിയിലേക്ക് പോകുന്നുണ്ട്. കോടതിയുടെ അനുമതിയോടുകൂടിയാണ് കൊടിമരം മാറ്റുന്നത്. അപ്പോൾ കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോടതിയോട് പറയുന്നു അത്യാവശ്യമായി ഇത് മാറ്റേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഈ പറയുന്ന എലി കടക്കുന്നു, ചിതലരിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. കോടതി എന്താണ്, കോടതിയുടേതായ ഒരു അമിക്കസ് ക്യൂറിയെ അവിടെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുന്ന ആ അമിക്കസ് ക്യൂറിയും പ്രവർത്തിക്കുന്ന ഇവർക്കൊപ്പമാണ് എന്നുള്ളതാണ്. ഈ 2025 വരെയും ഉണ്ടായിരുന്ന ഒരു അമിക്കസ് ക്യൂറി ASP കുറുപ്പ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാജി വാഹനം കൈമാറുമ്പോൾ തന്ത്രി പറയുന്നു അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന്. എനിക്ക് എന്നല്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്വയം പറയുകയാണ്. അത് കേട്ടതോടെ പ്രയാർ ഈ പറയുന്ന അമിക്കസ് ക്യൂറിയെ നോക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ കൊടുത്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച വാജി വാഹനം തന്നെയാണോ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. കാരണം വേറെ പലരും ഹൈദരാബാദിലോ മറ്റോ ഒരു ഭക്തന്റെ വീട്ടിൽ ഈ വാജി വാഹനം കണ്ടതായി പറയുന്നു. അത് അതേപോലെ ഉണ്ടാക്കിയ വേറൊരു വാജി വാഹനമാണോ എന്നറിയില്ല. യഥാർത്ഥ വാജി വാഹനം വിറ്റതാണോ എന്നറിയില്ല. അതിലേക്കൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ 2019 മുതലുള്ളതാണല്ലോ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, SIT അന്വേഷിക്കുന്നത്. SIT അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഈ പറയുന്ന 2019 മുന്നിലേക്ക് അതിൻ്റെയും പഴയ കാലത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നുള്ളതാണ്